പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേട്ടോ. മാധ്യമപ്രവർത്തകരെയും പ്രതി ചേർത്ത് സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം തുനിഞ്ഞു. പരസ്യമല്ലാതെ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞ വി ഡി സതീശനെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതോടെ തെളിവുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയട്ടെ എന്നായി. അപ്പോൾ ഇതും മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ പോലെ തന്നെയല്ലേ എന്നായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഉന്നയിച്ചതൊക്കെ തെളിയിച്ചെന്ന് പറഞ്ഞെങ്കിലും ഏശിയില്ല. കാരണം ആരോപണങ്ങൾ ഒന്നുപോലും പ്രതിപക്ഷത്തിന് തെളിയിക്കാനായിട്ടില്ല. ഇന്നും കിട്ടി ഒരു പ്രഹരം. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ആ പ്രഹരം നാടുവിട്ട മുൻ ഗവർണറും സർവകലാശാലകളുടെ ചാൻസലറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ഹൈക്കോടതിയിൽ നിന്ന് ആ പ്രഹരം ഏറ്റത്. പക്ഷേ അത് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് SUCI കൂട്ടുമുന്നണിയായ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിനും BJPക്കും കൂടി സമർപ്പിക്കുന്നു. വിട്ടുപോകരുതാത്ത മറ്റൊരു കൂട്ടരു കൂടിയുണ്ട്. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ അന്ധമായി താലോലിക്കുന്ന സർക്കാർ വിരുദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും അവരുടെ പ്രവർത്തകരും. ആരിഫ് മുഹമ്മദ് ഖാന്റെ വിദണ്ഡവാദങ്ങൾക്ക് ബ്രേക്കിംഗ് തലക്കെട്ടുകൾ ഒരുക്കി നുണകളെയും ചട്ടവിരുദ്ധ നീക്കങ്ങളെയും ഇതാണ് വസ്തുത എന്ന മട്ടിൽ സ്ഥാപിച്ചെടുത്തത് ഇക്കൂട്ടരാണ്. അന്നും ഇന്നും കോടതിയിലും കോടതിക്ക് പുറത്തും സർക്കാർ പറഞ്ഞത് ഒരേ കാര്യങ്ങളാണ്. അതാകെയും ഹൈക്കോടതി ശരിവെച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ഇങ്ങോട്ട് സകലരുടെയും വാദം പതിവ് പോലെ തള്ളി. നുണകളും വിവാദങ്ങളും തോൽക്കുന്നയിടത്ത് സർക്കാർ അതൊന്നും കൂസാതെ അവസാന വർഷത്തിലേക്ക് കടക്കുന്നു. 2021 മെയ് 20 കോവിഡ് കാലത്താണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത്. നാളെ 2025 മെയ് 20. രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 10ാം വർഷത്തിലേക്ക്.